ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ കലി ലിനക്സുമായിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്. സോ ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോളട്ടെ. അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി അത് റെക്കോർഡ് ചെയ്തിരുന്നു. പക്ഷേ അത് ആ ഒരു ഫയലെല്ലാം കറപ്റ്റഡ് ആയി പോയിരിക്കുകയാണ്. സോ എനിക്ക് ഇൻസ്റ്റാളേഷൻ വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഇൻസ്റ്റാളേഷന് സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ വീഡിയോ അവസാനം വരെ കാണുക. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാലിയിലേക്ക് ലോഗിൻ ചെയ്തിരിക്കുകയാണ്. സോ ഇനി ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, സോ അവിടെ താഴെ കാണുന്ന ഒരു ടെർമിനൽ വിൻഡോ ക്ലിക്ക് ചെയ്യുക, അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ സെയിം ആസ് നമ്മുടെ ടെർമെക്സ്, ഓക്കെ, ഇവിടെ സെയിം നമ്മുടെ ടെർമെക്സിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. സോ ടെർമിനൽ ഓപ്പൺ ചെയ്ത് ആദ്യം നമ്മൾ ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതിലുള്ള ഈ കലിയിലുള്ള പാക്കേജസ് കംപ്ലീറ്റ് അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് apt അപ്ഡേറ്റ് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കലിയിൽ വേറൊരു കമാൻഡുണ്ട്, apt-get, ശേഷം അപ്ഡേറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, ഈ രണ്ട് കമാൻഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ apt-get അപ്ഡേറ്റ് എന്ന് കൊടുക്കുകയാണ്. കൊടുത്തിട്ട് എൻ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും, അവിടെ ഒരു എറർ വരുന്നുണ്ട്. ഓക്കെ, ഒരു പെർമിഷൻ ഡിനൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എററാണ് അവിടെ വരുന്നത്. സോ അതിന് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ വിൻഡോസിൽ നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ എന്താ ചെയ്യുക, ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഫയൽ നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കും. അത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എക്സ്റ്റേണലായിട്ട് നമ്മൾ വിൻഡോസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ ഇവിടെയും അതുപോലെ തന്നെയാണ്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്കിവിടെ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്നൊരു ഓപ്ഷനില്ല. അതിന് പകരം നമ്മൾ കംപ്ലീറ്റ്ലി ടെർമിനൽ യൂസ് ചെയ്താണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞൊരു ഇത് കാണാൻ സാധിക്കില്ല. വിൻഡോസിൻ്റെ ഒരു സംഭവങ്ങളും നമുക്കിതിനകത്ത് വർക്കാവില്ല. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പെർമിഷൻ, അതായത് നമ്മൾ വിൻഡോസിൽ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ആ ഒരു പെർമിഷൻ, അഡ്മിനിസ്ട്രേറ്റർ ലെവൽ, ഓക്കെ, ആ ഒരു ലെവലിലേക്ക് നമ്മൾ കലി ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ sudo su എന്ന കമാൻഡ് അടിക്കുക, sudo su. ഓക്കെ, ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുക സൂപ്പർ യൂസർ ഡു സ്വിച്ച് യൂസർ എന്നാണ് ഇതിൻ്റെ വരുന്നത്. സോ ആ ഒരു കമാൻഡ് കൊടുത്ത് എൻ്റർ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ലോഗിൻ പാസ്വേഡ് കൊടുക്കുക, എൻ്റർ അടിക്കുക. അതിനുശേഷം നിങ്ങൾ അവിടെ നോക്കി കാണാൻ സാധിക്കും root@kali എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഈ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ വിൻഡോസിലെ അഡ്മിനിസ്ട്രേറ്റർ ലെവലിലാണ് കലി ലിനക്സിലെ റൂട്ട് എന്ന് പറയുക. ഇനി നിങ്ങളിവിടെ ജസ്റ്റ് apt-get അപ്ഡേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു കമാൻഡ് വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു എറർ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീസെൻ്റ്ലി നമ്മുടെ കലി ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ സൈനിങ് കീ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, സോ നമുക്കത് മാനുവലി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. സോ റീസെൻ്റ്ലി അവർക്ക് എന്തോ ഒരു പ്രോബ്ലം വന്നിട്ട് അവർ വിൻഡോസിൻ്റെ സൈൻ ഇൻ കീ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കത് മാനുവലി ഇൻസ്റ്റാൾ ചെയ്യണം. സോ അതിനുള്ള കമാൻഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നിങ്ങളത് ചെക്ക് ചെയ്യുക. ഞാനിവിടെ ആ കമാൻഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ കമാൻഡ്. ഈ ഒരു കമാൻഡ് നിങ്ങൾ റൺ ചെയ്യുക. അതിനുശേഷം apt അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവുന്നതായിരിക്കും. ഓക്കെ, സോ ഞാൻ ആ ഒരു ആദ്യത്തെ കമാൻഡ് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ടെർമിനലിലേക്ക് വന്നിട്ട് ആ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ഞാൻ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എൻ്റർ അടിക്കുന്നു. എൻ്റർ അടിക്കുമ്പോൾ അത് വർക്കാവുന്നുണ്ട്. സോ ഓക്കെ, ആ ഒരു കമാൻഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് apt-get അപ്ഡേറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ആ ഒരു കമാൻഡ് അവിടെ വർക്കാവുന്നുണ്ട്. സോ നമ്മുടെ അപ്ഡേഷൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു എറർ സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്ഡേറ്റിന് ശേഷം അടുത്ത കമാൻഡ് കൊടുക്കുക, apt-get upgrade എന്ന് കൊടുക്കുക. ഓക്കെ, നമ്മുടെ പാക്കേജസ് എല്ലാം അപ്ഡേറ്റ് ആയി കഴിഞ്ഞു. ഇനി അതിന് ശേഷം അപ്ഗ്രേഡ് കൊടുക്കുക. സെയിം നമ്മുടെ ടെർമെക്സിൽ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം ചെയ്യുക. സോ നിങ്ങൾക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും, അവിടെ 322 പാക്കേജസ് അപ്ഗ്രേഡ് ആവാനുണ്ട്. സോ 400 സംതിങ് MB ഫയലാണ്. ഓക്കെ, അത്രയും അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. സോ അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഞാൻ വരാം.
ഓക്കെ, അപ്ഡേറ്റും അപ്ഗ്രേഡും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമ്മൾ പുതിയൊരു വിൻഡോ എടുത്തിരിക്കുകയാണ്. ഇവിടെ നമുക്കിനി എങ്ങനെ നമ്മുടെ കലിയിലേക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം. നമ്മൾ നേരത്തെ വിൻഡോസിൽ ചെയ്തുകൊണ്ടിരുന്നത് ആപ്ലിക്കേഷൻ ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നു, അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുന്നു, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇവിടെ കലിയിലേക്ക് വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ടെർമിനൽ യൂസ് ചെയ്താണ്, മൊത്തം കമാൻഡ് ലൈൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുക, ഒരു ടെർമിനേറ്റർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഈ ടെർമിനൽ പോലെ മറ്റൊരു ആപ്ലിക്കേഷൻ, കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്പാണ്. സോ അത് ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി apt get install terminator എന്ന് കൊടുക്കുക. അതിനുശേഷം എൻ്റർ അടിക്കുമ്പോൾ ആ ഒരു പാക്കേജ് അവിടെ ലോഡാവുന്നത് കാണാൻ സാധിക്കും, ലോഡല്ല ഇൻസ്റ്റാൾ ആവുന്നത് കാണാൻ സാധിക്കും. സോ ഇങ്ങനെയാണ് നമ്മളവിടെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. സോ എനിക്കിവിടെ എറർ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ ആ ടെർമിനേറ്റർ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് അവിടെ ഒരു എറർ വന്നത്. സോ നിങ്ങളിത് ഈ ഒരു കമാൻഡ് റൺ ചെയ്യുമ്പോൾ അവിടെ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നത് കാണാൻ സാധിക്കും. സോ ജസ്റ്റ് ഇനി നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുകയാണ്, ഓപ്പൺ ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ടെർമിനേറ്റർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കലിയിൽ ഇൻബിൽറ്റായിട്ട് വരുന്ന ഒരു ടെർമിനൽ വിൻഡോ ഉണ്ട്, അല്ലാതെ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ടെർമിനൽ വിൻഡോ ഉണ്ട്. സോ ഇതിന് രണ്ടിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആ ഒരു വിൻഡോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഞാനിവിടെ റൂട്ട് യൂസർ ആവുന്നു. അതിനുശേഷം ഞാൻ ജസ്റ്റ് ആ ഒരു വിൻഡോയിലേക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും സ്പ്ലിറ്റ് ഹൊറിസോണ്ടലി, സ്പ്ലിറ്റ് വെർട്ടിക്കലി എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഈ ഒരു സംഭവം, ഈ ഒരു സ്പ്ലിറ്റ് ഹൊറിസോണ്ടലി എടുത്തു കഴിഞ്ഞാൽ രണ്ട് പാർട്ടായിട്ട് നമുക്ക് ഈ ഒരു വിൻഡോയെ തിരിക്കാൻ പറ്റും. ഇനി വീണ്ടും ഞാൻ സ്പ്ലിറ്റ് വെർട്ടിക്കലി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു രണ്ട് പാർട്ട് എനിക്ക് വരും. സോ ഇവിടെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വിൻഡോയിൽ നമ്മൾ apt അപ്ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡ് ചെയ്യുന്നു. സോ അടുത്ത ഒരു വിൻഡോയിൽ ഇപ്പോൾ ജസ്റ്റ് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര ഹാക്കിംഗ് ഒക്കെ എന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് സിമെട്രിക്സ് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അതവിടെ റൺ ആവുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഒരു ടെർമിനലിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളായിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഞാനിപ്പോൾ അത് ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടിയ ഒരു സാധനമാണ് ഗൂഗിൾ ക്രോം, അല്ലേ? ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. ജസ്റ്റ് ആ ഒരു വിൻഡോ ഒന്ന് ക്ലിയർ ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ കലിയിൽ ഇൻബിൽട്ടായിട്ട് മൊസില്ല ഫയർഫോക്സ് വരുന്നുണ്ട്. സോ അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ എന്താ പറയുക, ഡൗൺലോഡ് ക്രോം ഫോർ ലിനക്സ് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ലിനക്സിൻ്റെ വെർഷൻ, ഗൂഗിൾ ക്രോമിൻ്റെ ലിനക്സിന് വേണ്ടിയിട്ടുള്ള വെർഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ ടെർമിനലിലേക്ക് വന്നിട്ട് ആ ഒരു cd സ്പേസ് ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഫോൾഡറിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ls കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഗൂഗിൾ ക്രോമിൻ്റെ ആ ഒരു ഫയൽ കാണാൻ സാധിക്കും. സോ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ apt ഇൻസ്റ്റാൾ എന്ന കമാൻഡല്ല, dpkg എന്ന കമാൻഡാണ് കൊടുക്കുന്നത്. ഓക്കെ, dpkg -i സ്പേസ് ആ ഒരു ക്രോമിൻ്റെ ആ ഒരു ഫയലിൻ്റെ പേര് കൊടുക്കുക. അതിനുശേഷം എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിയുമ്പോൾ ആ ഒരു കമാൻഡ് അവിടെ എക്സിക്യൂട്ട് ആവുകയും ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾ ആവുകയും ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ കലി ഇൻസ്റ്റാൾ ചെയ്തു. നമുക്ക് അതിനകത്തിൽ അത്യാവശ്യം വേണ്ട കുറേ സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി ഈ കലി എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഞാനിവിടെ ചെയ്തത് എൻ്റെ ഡയറക്റ്റ് ഞാൻ സിസ്റ്റത്തിലേക്ക് തന്നെ കലി ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ നോക്കിയാൽ മനസ്സിലാവും, എൻ്റെ സിസ്റ്റം കുറച്ച് പഴയതാണ്. ഓക്കെ, അപ്പോൾ അതിനകത്തിൽ കുറച്ച് ഫീച്ചേഴ്സൊന്നും അവൈലബിൾ ആയിട്ട് വരില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡയറക്റ്റ് എൻ്റെ സിസ്റ്റത്തിലേക്ക് തന്നെ ഞാൻ USB ഫ്ലാഷ് ചെയ്തിട്ട് കലി ഇൻസ്റ്റാൾ ചെയ്തത്. സോ നിങ്ങൾക്ക് നല്ല സ്പെക്കുള്ള ലാപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബയോസ് സെറ്റ് എടുക്കുക. ഓക്കെ, ആ ഒരു സിസ്റ്റത്തിൻ്റെ ബയോസ് സെറ്റിങ്ങിലേക്ക് പോവുക. അവിടെ വെർച്വലൈസേഷൻ എന്നൊരു ഫീച്ചർ കാണാൻ സാധിക്കും, അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനിക്ക് ഈ ഒരു ഫീച്ചർ ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഞാനിത് ഡയറക്റ്റ്ലി സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തത്. ഓക്കെ, നിങ്ങൾ വെർച്വലൈസേഷൻ എനേബിൾ ചെയ്തതിന് ശേഷം വിൻഡോസിലേക്ക് വന്നിട്ട് നിങ്ങളവിടെ വെർച്വൽ മെഷീൻ എന്നൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, വെർച്വൽ മെഷീൻ VMware അല്ലെങ്കിൽ വെർച്വൽ ബോക്സ് ഇതിലേതെങ്കിലും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, അത് സെറ്റപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഗൂഗിൾ ക്രോമിലേക്ക് വന്നിട്ട് kali.org എന്ന സൈറ്റിലേക്ക് കയറുക.
അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ VMware ആണെങ്കിൽ VMware, അല്ലെങ്കിൽ വെർച്വൽ ബോക്സ് ആണെങ്കിൽ വെർച്വൽ ബോക്സ്. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നിങ്ങളവിടെ എന്താ പറയുക, അവിടെ 64 ബിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ 32 ബിറ്റ് ആണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം ഏതാണോ അതനുസരിച്ച് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. 4 GB ഫയലാണ്. സോ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് എക്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ .vmx എന്നൊരു ഫയൽ ഉണ്ടാകും. അതായത് ഈ സോഫ്റ്റ്വെയർ കംപ്ലീറ്റ്ലി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫയലാണ്. .vmx എന്ന് പറയുന്ന എക്സ്റ്റൻഷനോട് കൂടിയ ഒരു ഫയലുണ്ട്. അത് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അന്നേരം അത് വെർച്വൽ ബോക്സ് ആണെങ്കിൽ വെർച്വൽ ബോക്സ്, അല്ല VMware ആണെങ്കിൽ VMware. സോ അപ്പോൾ നിങ്ങൾക്കിവിടെ മുകളിൽ ഒരു സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടാവും. ആ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാര്യം ബൂട്ടായിട്ട് വരും. അതിനുശേഷം അവിടെ ലോഗിൻ ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഡീഫോൾട്ട് യൂസർ നെയിം പാസ്വേഡ് റൂട്ട് എന്നാണ് കൊടുത്തിരിക്കുക. അത് ലോഗിൻ ചെയ്ത് എടുക്കുക. അതിനുശേഷം ഞാൻ ആദ്യം കാണിച്ചതുപോലെ തന്നെ എല്ലാം സെറ്റപ്പ് ചെയ്തെടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ കരിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസ് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.